ഈയിടെയായിട്ട് ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സും യൂട്യൂബേഴ്സും ഒക്കെ തായ്ലൻഡിലും മലേഷ്യയിലൊക്കെ പോയിട്ട് ഈ പ്രാണികളെ കഴിക്കുന്നതും മറ്റ് ഇൻസെക്ട്സിനെ കഴിക്കുന്നതൊക്കെ വീഡിയോസ് നമ്മൾ ഒരുപാട് കാണുന്നുണ്ട്. ഒരാളുടെ ഭക്ഷണം എന്ന് പറയുന്നത് അവരുടെ മാത്രം സ്വാതന്ത്ര്യമാണ്, അത് അവരുടെ പേഴ്സണൽ ആൻഡ് പ്രൈവറ്റ് അഫെയർ മാത്രമാണ്. പക്ഷേ ആസ് എ ഡോക്ടർ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ അതിനെ ഒരിക്കലും സപ്പോർട്ട് ചെയ്യത്തില്ല. അതിന് 2 റീസൺസ് ഉണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഇത് നമുക്ക് മനുഷ്യന്മാർക്ക് ഏറ്റവും നല്ല സോഴ്സ് ഓഫ് പ്രോട്ടീൻ അല്ല. സോഴ്സ് ഓഫ് പ്രോട്ടീൻ എന്നുള്ള രീതിയിലാണ് ഇത് അഡ്വർടൈസ് ചെയ്യപ്പെടുകയും ഒരുപാട് സപ്പോർട്ട് ചെയ്യപ്പെടുകയെങ്കിൽ അതിനൊരു വലിയ പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ സോഴ്സിനെ നമുക്ക് ഒരിക്കലും ഒതൻറ്റിക്കേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഈ പ്രാണികളെ കഴിക്കുമ്പം ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ അത് അലർജി ഉണ്ടാക്കാൻ ചാൻസ് വളരെ കൂടുതലാണെന്നുള്ളതാണ്. ഇപ്പം നമ്മുടെ നാട്ടിൽ ഈ കൊഞ്ച് കഴിക്കുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന അലർജി പോലെ ഈ ഇൻസെക്ട്സിനും കൂടുതൽ ഇൻസെക്ട്സിനും 99% പ്രാണികൾക്ക് ഒരു ഔട്ടർ ഷെല്ലുണ്ട്. ഈ ഷെല്ല് കാരണം ഉണ്ടാകുന്ന അലർജി ഭയങ്കര കൂടുതലാണ്. അതോടൊപ്പം അതിനകത്തുള്ള പത്തോജൻസ്, അതായത് നമുക്ക് ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ള ഒരുപാട് ബാക്ടീരിയാസും ഫംഗസും ഒക്കെ ഇത്തരം ഇൻസെക്ട്സിന് ഭയങ്കര കൂടുതലായിരിക്കും. അതോടൊപ്പം തന്നെ ഇത് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഹിസ്റ്റമിൻ ടോക്സിസിറ്റി എന്നൊക്കെ പറയുന്ന ഒരുപാട് റിയാക്ഷൻസ് ഉണ്ട്. പിന്നെ ഇതിനെ കൂടുതലും സോഴ്സ് ചെയ്യുന്നത് പുറത്തുനിന്നായിരിക്കും. ഇപ്പം തായ്ലൻഡിലെ മലേഷ്യയൊക്കെ ആണെങ്കിൽ നമുക്കിതിൻ്റെ സോഴ്സിനെ ഒരിക്കലും ഉറപ്പിച്ച് പറയാൻ പറ്റത്തില്ല. അവർ ചിലപ്പോൾ ഒരു ഓപ്പൺ സോഴ്സിൽ നിന്നായിരിക്കും ഇതിനെ പിടിച്ചിട്ട് വരിക. അപ്പം ചിലപ്പോൾ ഒരു വയലിൻ്റെ സൈഡിൽ നിന്നായിരിക്കും. അപ്പോൾ ഈ വയലിൽ എന്തെങ്കിലുമൊക്കെ കെമിക്കൽസ് ഉണ്ട്. ഇപ്പം അവർ പെസ്റ്റിസൈഡ്സ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ പെസ്റ്റിസൈഡ്സ് എല്ലാം ഇവരുടെ ശരീരത്തിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ശരീരത്തിലേക്ക് കയറി അതുവഴി നമുക്ക് ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇത് ആക്ച്വലി ഇൻസെക്ട്സിനകത്ത് പ്രോട്ടീൻ ഉണ്ട്. പക്ഷേ എന്നാണ് ഈ ചൈനയിലും തായ്ലൻഡിലും പോലും ഈ ഇൻസെക്ട്സിനെ കഴിക്കാൻ തുടങ്ങിയെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഈ 1600s 1500s ഉണ്ടായ ഒരു ഗ്രേറ്റ് ഫാമിൻ എന്ന് പറയുന്ന ഒരു പ്രശ്നമുണ്ട് അവരുടെ നാട്ടിൽ. അതായത് ഒരു വലിയ വരൾച്ച ഉണ്ടാവുകയും ഈ വരൾച്ചയുടെ ഭാഗമായിട്ട് അവർക്ക് പ്രോട്ടീൻ സോഴ്സസ് കുറയുകയും ചെയ്തു. അതായത് മീറ്റ് കിട്ടാതായപ്പോൾ ആ മീറ്റിന് പകരം ഒരു ഓൾട്ടർനേറ്റ് സോഴ്സ് എന്നുള്ള രീതിയിൽ, പിന്നെ ചീപ്പുമായിരുന്നു. ഇത് രണ്ടും കാരണമാണ് അവിടുത്തെ ആൾക്കാർ ഇത് കൺസ്യൂം ചെയ്യാൻ തുടങ്ങിയത്. ഇന്നത്തെ കാലത്ത് നമുക്ക് എന്താ പറയുക, 6 രൂപയ്ക്ക് ഒരു മുട്ട കിട്ടുന്ന കാലത്ത് ആ എഗ് പ്രോട്ടീൻ കഴിക്കുന്നതാണ് ഇതിനേക്കാളും എന്തുകൊണ്ടും സേഫ്. സോ എൻ്റെ അഭിപ്രായം ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും പ്രൊമോട്ട് ചെയ്യരുതെന്നാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഭക്ഷണമെന്ന് ഓരോരുത്തരുടെയും പേഴ്സണൽ അഭിപ്രായമാണ്, സ്വാതന്ത്ര്യമാണ്. അപ്പോൾ അത് അവർക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ എന്താ പറയുന്നത്, ഹെൽത്തി പെർസ്പെക്റ്റീവിൽ നോക്കുകയാണെങ്കിൽ അതൊട്ടും മനുഷ്യന് ഡിസൈറബിളായ ഒരു സാധനമല്ല.